ഹലോ, ഗുഡ് മോർണിംഗ്. സ്വാഗതം. അതി അതിഗുരുതരമായ ഒരു കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാഷ്ട്രവും ലോകരാജ്യങ്ങളും. വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുറ്റവാസനയുടെയും പ്രേരണമായ ഹേതു എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയല്ലോ. ഇന്ന് തീവ്രവാദികൾ അല്ലെങ്കിൽ കുറ്റവാളികൾ അവരെല്ലാം നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ വരുന്ന വമ്പിച്ച ചെലവ് വഹിക്കുന്നത് സാധാരണ മനുഷ്യരാണെന്നറിയില്ലേ? അവരുടെ സമ്പത്തിൽ നിന്നല്ലേ ഭരണകൂടം ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ചെലവ് ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും എളുപ്പമാർഗത്തിൽ നമുക്കതെല്ലാം ഇല്ലാതാക്കാൻ കഴിയും. ആ വർദ്ധിച്ച ചെലവ്, അതായത് ഇവിടുത്തെ തീവ്രവാദികളും അന്ധവിശ്വാസികളും വെച്ചു പുലർത്തുന്ന വിശ്വാസ പ്രമാണങ്ങളാണ് അവരെ അപായപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടിയാണോ അവർ പ്രതിനിധീകരിക്കുന്നത്, എന്ത് വിശ്വാസമാണോ വെച്ചു പുലർത്തുന്നത്, അതിന് വിരുദ്ധമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. അത് സമൂഹത്തിന് ദോഷമായി വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ പരാമർശിക്കുന്നത്. ചെലവ് ചുരുങ്ങിയ രൂപത്തിൽ അത് സമാധാനത്തിൽ ഉൾപ്പെടുത്തുവാൻ നമ്മുടെ ഭരണകൂടത്തിനും മിഷണറിക്കും കഴിയണം. അതായത് അവരെ അന്ധമായ വിശ്വാസത്തിൽ നിന്നാണ്, തെറ്റിദ്ധാരണയാണ്. ഒരു വിഭാഗത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ജനത നേടിയെടുക്കുന്ന കലാപം, ആ കലാപത്തിൽ വിധേയരാവുന്നവരുടെ ജനത തന്നെയല്ലേ. അവരുടെ ജനതയോടൊപ്പം നിഷ്കളങ്കരായ മറ്റ് ജനതയും അതിൽ പങ്കാളികളാവുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഭരണകൂടം എന്ത് വേണം? ഭരണകൂടം അതിൻ്റെ ആ ജനതയുടെ തെറ്റിദ്ധാരണ തിരുത്തത്തക്ക രൂപത്തിലെ ബോധവൽക്കരണം ചെയ്യണം. അക്രമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷണങ്ങൾ കൊണ്ടോ മാത്രം അത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അന്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിട്ട് അത് പാവനമാണെന്ന് വിശ്വസിച്ച്, പവിത്രമാണെന്ന് വിശ്വസിച്ച് മോക്ഷത്തിന് വേണ്ടിയാണ് അവൻ വളർന്നുകൊണ്ട് കിരാതകൃത്യങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. അതായത് അന്യവിശ്വാസിയെ കൊല്ലുമ്പോൾ മോക്ഷം കിട്ടുന്നു എന്ന വിശ്വാസം, അതൊരു വലിയ അബദ്ധജടിലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ഭരണകൂടവും കുറ്റാന്വേഷണ വിഭാഗവും തികച്ചും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ജനതയെ കണ്ട് അത് സമീപനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ജനതയെ ബോധവൽക്കരിക്കണമെന്ന് നിർദ്ദേശിക്കണം. ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവരെ എന്താണോ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന അതിൻ്റെ ആളാണ്. ബൈബിളാണെങ്കിൽ ബൈബിളിൻ്റെ പണ്ഡിതൻ, അതല്ലെങ്കിൽ ഖുറാനാണെങ്കിൽ ഖുറാൻ്റെ പണ്ഡിതൻ, ഇനി ഗീതയാണ് ഗീതയുടെ പണ്ഡിതൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളിലാണെങ്കിൽ അതിൻ്റെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ അവിടെ നിന്നുകൊണ്ട് സങ്കുചിതമായി ചിന്തിക്കുന്നതിന് പകരം വേദോപനിഷത്തിലെ വിശാലമായ വീക്ഷണത്തോളം ഉയർന്നതായ ചിന്താശരണി വരുമ്പോൾ ഇവിടെ എന്തില്ല? ഇവിടെ വൈജാത്യങ്ങളില്ല, വിരുദ്ധ ചിന്തകളില്ല, അന്യബോധങ്ങളില്ല, വർഗീയതയില്ല. ഈ വർഗീയതയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ തികച്ചും സമാധാനമുണ്ടാവൂ. അല്ലെങ്കിൽ കുറ്റാന്വേഷണ വിദഗ്ധന്മാർ ഈ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ട് വിഭാഗം ചെയ്യുന്നതും പബ്ലിക് മണി കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ലോകരാഷ്ട്രങ്ങളിലെ സമ്പന്ന രാജ്യങ്ങൾ സഹായിച്ചിട്ട് ന്യൂനവിഭാഗത്തെ തീവ്രവാദികളാക്കി മാറ്റിക്കൊണ്ട് ആഗോളതലത്തിൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥ കാണുന്നില്ലേ ഇന്ന്? അതെങ്ങനെ സംഭവിച്ചു? സമ്പന്നൻ്റെ ഭീതിയിൽ നിന്ന്, സമ്പന്നതയുടെ ഭീതിയിൽ നിന്ന് തീവ്രവാദികളെ വളർത്തിയെടുക്കുകയാണ് ധനം ഉപയോഗിച്ചിട്ട്. ആ അപരാധമാണ് ലോകത്തിന് കെടുതിയായി വരുന്ന ഈ ദുരന്തം. ഈ ദുരന്തത്തെ അവസാനിപ്പിക്കുവാൻ ഓരോ വ്യക്തിയും തയ്യാറായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ അനുസ്മരണം പറയാം. എൻ്റെ യൗവനകാലത്ത് സെക്കുലർ വിശ്വാസിയായ രാഷ്ട്രീയ പ്രബുദ്ധനായ എന്നോട് MESൽ ചെന്ന് ചെക്കേറാൻ പറഞ്ഞ ബിരുദധാരികളായ മുസ്ലിം സഹോദരന്മാർ, വിദ്യാസമ്പന്നർ, ക്വാളിഫൈഡ്സ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. അല്ലെങ്കിൽ ആ പദവിയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. പിന്നീട് മദനിയുടെ തേരോട്ടം നടക്കുമ്പോൾ അതിലെ കുറേ ആൾക്കാരെല്ലാം ആ ISS എന്ന് പറയുന്ന ആ സംഘടനയിലേക്ക് ചേരാൻ വേണ്ടി എന്നോട് പ്രേരിപ്പിച്ചോൾ വളരെ
വളരെ മാന്യമായ രൂപത്തിൽ ഞാനത് പാടില്ല സുഹൃത്തെ എന്ന് പറഞ്ഞത് തന്നെ കേട്ടവർക്കെല്ലാം അറിയാമല്ലോ. അക്കാലത്ത് പറഞ്ഞവർ കുറച്ചാളുകൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ സാമൂഹ്യപരമായി തുല്യ വീക്ഷണത്തിൽ വീക്ഷിക്കുന്നോ അവിടെയാണ് നമ്മളെ മാന്യത. അത് ഭാരതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അച്ചിന്ത. പിന്നെ അതില്ലാതാക്കുന്നത് വളർന്നു വരുന്ന തീവ്രവാദങ്ങളാണ്. ആ തീവ്രവാദത്തിലേക്ക് മനുഷ്യരാശിയെ നയിക്കാതിരിക്കാൻ ആവശ്യമായ ഉചിതമായ സമീപനം അന്വേഷണ വിഭാഗം ഇപ്പോൾ അറിയാമല്ലോ. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചിലവെല്ലാം പബ്ലിക്കിൻ്റെ ചുമലിലാ വരിക. എന്ത് സംഭവിച്ചാ മുള്ള് വാഴമേൽ വീണാലും വാഴ മുള്ളുമേൽ വീണാലും കിടല്ലാം വാഴയ്ക്കെന്ന് പറഞ്ഞതുപോലെ ഈ വലിയ സമൂഹം ഉണ്ടല്ലോ, നിഷ്കളങ്കരായ ജനത. ആ ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി ഇവിടെ ഇല്ലേ സുഹൃത്തുക്കളെ? വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് നമുക്ക് മനുഷ്യനെ സ്നേഹിച്ചുകൂടെ? ആ ശാന്തമായ ഭൂമികയ്ക്ക് വേണ്ടി ദാഹാർദ്ദമായി എൻ്റെ ഇന്നത്തെ സന്ദേശം ശ്രദ്ധിക്കുക. ഏകതാത്മക എന്ന വാക്ക് എല്ലാം ഒന്നിക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തിയുടെ നല്ല മാനത്തേക്ക് കടന്നു വരാനുള്ള പ്രചോദനം ഉണ്ടായിരിക്കട്ടെ. ജയ് ഭാരത്.